ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓൺലൈൻ ക്ലാസ് ഒക്കെ കൂടുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും സുരക്ഷിതമായി വീട്ടിലിരിക്കുന്നുണ്ടെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നമ്മളൊരു ഫ്ലോ ചാർട്ട് പഠിച്ചു അല്ലേ? ഓർക്കുന്നുണ്ടോ? ടീച്ചർ പറയാം. ഉൽപാദനം വർദ്ധിക്കുന്നു, വരുമാനം വർദ്ധിക്കുന്നു, ചിലവ് വർദ്ധിക്കുന്നു. എന്താ? ഉൽപാദനം വർദ്ധിക്കുമ്പോൾ നമ്മളുടെ വരുമാനം വർദ്ധിക്കുന്നു അല്ലേ? വരുമാനം വർദ്ധിക്കുമ്പോഴോ നമ്മളുടെ ചെലവുകളും വർദ്ധിക്കുന്നു. എങ്ങനെയായി ഉൽപാദനം വർദ്ധിക്കുന്നത്? നമ്മൾ കൃഷി ബിസിനസ് ഒക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ ചെലവുകളും സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. നമ്മളുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ശമ്പളം കിട്ടുന്ന ദിവസം നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട് അല്ലേ? അവര് വാങ്ങിച്ചു തരാറില്ലേ? നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സാധാരണ എപ്പോഴാ പറയാറ്? ശമ്പളം കിട്ടുമ്പോൾ വാങ്ങിച്ചു തരാന്ന് പറയാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചു തരുന്നത്? അച്ഛനും അമ്മയ്ക്കും ശമ്പളം കിട്ടുമ്പോൾ അവരുടെ വരുമാനം വർദ്ധിക്കുന്നു അല്ലേ? നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ അവർ വാങ്ങിച്ചു തരാറില്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് വരുമാനം വർദ്ധിക്കുന്നതുകൊണ്ട് അല്ലേ? ഇപ്പൊ ഫ്ലോ ചാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? ഉൽപാദനം വർദ്ധിക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നു. വരുമാനം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ചെലവുകളും വർദ്ധിക്കുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമ്മുടെ ക്ലാസ്സില്? ഓർക്കുന്നുണ്ടോ? ഒരു ഉൽപാദനം അല്ലെങ്കിൽ സേവനം ലഭ്യമാകണമെങ്കിൽ 4 ഉൽപാദന ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ടീച്ചർ പറയാം കേട്ടോ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഒന്നുകൂടെ പറഞ്ഞേ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 ഉൽപാദന ഘടകങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? എഴുതാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇപ്പൊ എഴുതി നോക്കാം. എല്ലാവരും ഒന്ന് നോട്ട്ബുക്ക് എടുത്തേ. പാരന്റ്സ് അടുത്തുണ്ടല്ലോ അല്ലെ? ടീച്ചർ ഒന്നുകൂടെ പറയാം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഒന്ന് വായിച്ചേ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. 4 ഉൽപാദന ഘടകങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 ഉൽപാദന ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം നമുക്ക് ലഭ്യമാകുന്നത്. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഈ 4 ഉൽപാദന ഘടകങ്ങളും നമുക്ക് ആവശ്യമാണ്. ഈ 4 ഉൽപാദന ഘടകങ്ങളിൽ നിന്നും എന്തൊക്കെ പ്രതിഫലമാണ് ലഭിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭൂമിയിൽ നിന്നും എന്താണ് പ്രതിഫലം ലഭിച്ചത്? ഒന്ന് ആലോചിച്ചേ. പാട്ടം അല്ലേ? അടുത്ത ഉൽപാദന ഘടകം ഏതാണ്? തൊഴിൽ അല്ലേ? തൊഴിലിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കാറ്? കൂലി അല്ലെങ്കിൽ വേതനം അല്ലേ? ഇനി അടുത്ത ഘടകം ഏതായിരിക്കും? മൂലധനം. മൂലധനത്തിൽ നിന്നും എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒന്ന് ഓർത്തു നോക്കിക്കേ. പലിശ അല്ലേ? ഘടകം ഏതായിരുന്നു? സംഘാടനം അല്ലേ? സംഘാടനത്തിൽ നിന്നും എന്ത് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലാഭം അല്ലേ? അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4ൽ നിന്നും കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭൂമിയിൽ നിന്നും കിട്ടുന്നത് പാട്ടം, തൊഴിലിൽ നിന്നും കിട്ടുന്നത് വേതനം അല്ലെങ്കിൽ കൂലി, മൂലധനത്തിൽ നിന്നും കിട്ടുന്നത് ഏതായിരുന്നു? പലിശ അല്ലേ? 4ാമത്തത് ഏതായിരുന്നു? സംഘാടനം. സംഘാടനത്തിൽ നിന്നും കിട്ടുന്ന ഏതായിരുന്നു? ലാഭം അല്ലേ? സംഘാടകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 3 ഘടകങ്ങൾ അല്ലെ? ഏതൊക്കെയായിരുന്നു? ഭൂമി, തൊഴിൽ, മൂലധനം. ഇവ 3 ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ച് ഉൽപാദനം നടത്തുന്ന ആളെയാണ് എന്ത് പറയുന്നത്? സംഘാടകൻ. മനസ്സിലായോ? ഈ സംഘാടകന് എപ്പോഴും എന്താണ് ലഭിക്കാറ്? ലാഭം ലഭിക്കാറുണ്ട് അല്ലെ? ഈ ലാഭം മാത്രമാണോ നമുക്ക് ലഭിക്കാറ്? അല്ല, നഷ്ടവും സംഭവിക്കാം അല്ലെ? ലാഭം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഉൽപാദകൻ, അതായത് ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയിലേക്ക് ഇറക്കിയ പൈസയേക്കാൾ കൂടുതൽ പൈസ വരുമാനമായി ലഭിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? ലാഭം എന്നുകൊണ്ട് പറയുന്നത് അല്ലെ? ഉദാഹരണത്തിന് ടീച്ചറുടെ വീട്ടില് ഒരു വാഴ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. വാഴ കൃഷി ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? വിത്ത് വേണം, വളം വേണം, പിന്നെ അതിൽ പണിയെടുക്കാൻ കുറച്ച് ചേട്ടന്മാരോ ചേച്ചിമാരോ കൂലിക്ക് വേണം അല്ലെ? ഇവർക്കൊക്കെ പൈസയും കൊടുക്കണം. ഇപ്പൊ ടീച്ചർ ആദ്യം ഇറക്കിയ പൈസ, അതായത് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ച പൈസയേക്കാൾ കൂടുതൽ പൈസ
ടീച്ചർക്ക് വാഴ കൃഷി ചെയ്ത് എന്താണ് നമുക്ക് കിട്ടുക? വാഴക്കൊലകൾ കിട്ടും അല്ലെ? വാഴക്കൊലകള് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഈ ആദ്യം ഇറക്കിയ പൈസയേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ എന്താണ് പറയുക? ലാഭം. ടീച്ചർക്ക് ലാഭം കിട്ടിയെന്ന് പറയാം അല്ലേ? ഇനി നഷ്ടം എങ്ങനെയാ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ടീച്ചർ വാഴകൃഷി ചെയ്തു അല്ലെ? ഈ വാഴകൃഷി ചെയ്ത് ആദ്യം മുടക്കിയ പൈസ എല്ലാം മുടക്കി. വിത്തിനും വളത്തിനും പിന്നെ പൈസ പണിക്കാർക്കും എല്ലാത്തിനും വേണ്ടി മുടക്കി. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചത്? ഒരു വലിയ കാറ്റും മഴയും വന്നു. കാറ്റും മഴയും വന്നപ്പോ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? വാഴയെല്ലാം നശിച്ചു പോകും. അപ്പൊ ടീച്ചർക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ലാഭമാണോ നഷ്ടമാണോ സംഭവിച്ചിട്ടുണ്ടാവുക? നഷ്ടം അല്ലേ? അപ്പോ നഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുടക്കിയ പൈസയേക്കാൾ കുറവോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാതിരിക്കുകയോ ചെയ്താലാണ് എന്ത് സംഭവിക്കുക? നഷ്ടം സംഭവിക്കുക. അപ്പൊ ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മുടക്കിയ പൈസയേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? ലാഭം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ടീച്ചർ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരു ഉൽപാദകന് അല്ലെങ്കിൽ സംരംഭകന് ലാഭവും നഷ്ടവും സംഭവിക്കാം. ഇത് രണ്ടും നേരിടാനുള്ള മനക്കരുത്ത് ആർക്കുണ്ടാവണം? ഉൽപാദകന് അല്ലെങ്കിൽ സംഘാടകന് ഉണ്ടാവണം. ഉൽപാദന ഘടകങ്ങൾ ഏതാണെന്നും അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് ഏതൊരു സാധനത്തിന്റെയും സേവനത്തിന്റെയും വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കടയിൽ ചെന്ന് മിഠായി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? ഒരു മിഠായി വേണമെന്ന് പറയും അല്ലേ? അപ്പൊ കടക്കാരൻ എന്ത് തരും? മിഠായി തരും. അതിന് പകരമായിട്ട് നമ്മൾ എന്താണ് കൊടുക്കുക? നമ്മളൊരു തുക കൊടുക്കും. അതാണ് മിഠായിയുടെ വില എന്ന് പറയുന്നത്. വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ടീച്ചർ ഒരു വാഴകൃഷിയുടെ കാര്യം പറഞ്ഞു അല്ലെ? ഓർക്കുന്നുണ്ടോ എല്ലാവരും? ടീച്ചർ കൃഷി ചെയ്ത് വാഴക്കൊല കൃഷി ചെയ്ത് ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ടീച്ചർക്ക് ആ കടക്കാരൻ എന്ത് തന്നു? ഒരു തുക തന്നു. അതാണ് ആ വാഴക്കൊലയുടെ വില എന്ന് പറയുന്നത്. ടീച്ചർ കൊടുത്ത അതേ വാഴക്കൊല ആ കടക്കാരൻ വേറൊരാൾക്ക് വിൽക്കുന്നത് എങ്ങനെയായിരിക്കും? അതേ വിലക്കായിരിക്കുമോ? അല്ല അല്ലേ? കുറച്ചുകൂടെ വില കൂട്ടിയാണ് അയാൾ നൽകുക. അപ്പോൾ എന്താണ് ലഭിക്കുന്നത്? കടക്കാരന് കുറച്ചുകൂടെ ലാഭം ലഭിക്കുന്നുണ്ട്. അപ്പോൾ വില എന്ന് പറയുന്നത് ഉൽപാദകനും ഇടനിലക്കാരനും ലാഭം ലഭിക്കത്തക്ക രീതിയിൽ നിശ്ചയിക്കുന്ന ഒരു തുകയാണ്. അപ്പോൾ ഉൽപാദകൻ എന്ന് പറയുന്നത് ആരാണ്? വാഴകൃഷി ചെയ്ത ആൾ ആരാണോ, അതായത് ടീച്ചർ അല്ലേ, അതാണ് ഉൽപാദകൻ. ഇടനിലക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? വാഴക്കൊല വിൽക്കാൻ വേണ്ടി കടയിൽ പോയില്ലേ ടീച്ചർ? ആ കടക്കാരനാണ് ഇടനിലക്കാരൻ എന്ന് പറയുന്നത്. ഇടനിലക്കാരൻ ആവുന്നത് എങ്ങനെയാണ്? ആ കടക്കാരൻ ആ വാഴക്കൊല വേറൊരാൾക്ക് വിൽക്കുമ്പോഴാണ് ആ കടയിലെ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ആ ഇടനിലക്കാരൻ ആവുന്നത്. ഇനി നമ്മൾ എന്താ പഠിച്ചത്? ദേശീയ വരുമാനം എന്താണെന്ന് പഠിച്ചു അല്ലെ? എന്താണ് ദേശീയ വരുമാനം? ഓർക്കുന്നുണ്ടോ എല്ലാവരും? ടീച്ചർ പറയാം കേട്ടോ. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് അല്ലെ? ടീച്ചർ ഒന്നുകൂടെ പറയാം കേട്ടോ. എന്താണ് ദേശീയ വരുമാനം? നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയോ? രക്ഷിതാക്കളൊക്കെ അടുത്തില്ലേ നിങ്ങളുടെ എല്ലാവരുടെയും? രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി എല്ലാവരും ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ദേശീയ വരുമാനം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ഈ ദേശീയ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് അറിയോ? ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. 3 രീതികളിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എങ്ങനെയാണ്? 3 രീതികളിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഒന്നാമത്തെ രീതി ഉൽപാദന രീതി. ഏതാണ്? ഉൽപാദന രീതി. രണ്ടാമത്തെ വരുമാന രീതി. രണ്ടാമത്തെ ഏതാണ്? വരുമാന രീതി. മൂന്നാമത്തെ ഏതായിരിക്കും? ചിലവ് രീതി. ഏതാണ്? ചിലവ് രീതി. ഇതെല്ലാവരും ഒന്ന് നോട്ട്ബുക്കിൽ എഴുതുവോ? രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഈ 3 രീതികൾ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിക്കേ. ടീച്ചർ ഒന്നുകൂടെ പറയാം കേട്ടോ. 1 ഉൽപാദന രീതി,
2 വരുമാന രീതി, 3 ചിലവ് രീതി. ഇനി നമുക്ക് ദേശീയ വരുമാനം ഉൽപാദന രീതിയിലൂടെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു അല്ലേ, ആദ്യത്തെ രീതി ഏതാണ്? ഉൽപാദന രീതി അല്ലേ. അപ്പൊ ആ ഉൽപാദന രീതിയിലൂടെ എങ്ങനെയാണ് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് വരുമാനം ലഭിക്കുന്നത്? 3 മേഖലകളിൽ നിന്ന്. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, 2 ദ്വിതീയ മേഖല, 3 തൃതീയ മേഖല. ഒന്നുകൂടെ പറഞ്ഞേ. പ്രാഥമിക മേഖല, 2 ദ്വിതീയ മേഖല, 3 തൃതീയ മേഖല അല്ലെ. ഈ പ്രാഥമിക മേഖലയില് ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് അറിയുമോ? ടീച്ചർ പറയാം കേട്ടോ. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം. ഏതൊക്കെയാണ്? കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം. ഈ കൃഷി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെ കൃഷികൾ നിങ്ങൾക്ക് അറിയാം? ഒന്ന് ആലോചിച്ച് എല്ലാവരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നെല്ല്, തെങ്ങ്, വാഴ കൃഷി, പിന്നെ കപ്പ കൃഷി, പിന്നെ ഏതൊക്കെയാണ്? സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് സുഗന്ധവ്യഞ്ജനങ്ങള്? കാപ്പി, കുരുമുളക്, ഏലം, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കൃഷി ഏതാണ്? പച്ചക്കറി കൃഷി അല്ലെ. ഇങ്ങനെയുള്ള കൃഷി രീതികളിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നു. പ്രാഥമിക മേഖലയിലെ ടീച്ചർ അടുത്തത് എന്താണ് പറഞ്ഞത്? കന്നുകാലി വളർത്തൽ അല്ലെ. കന്നുകാലി വളർത്തൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം? ഒന്ന് ആലോചിച്ചേ. ഏതൊക്കെയായിരിക്കും കന്നുകാലി വളർത്തൽ ഉൾപ്പെടുന്നത്? പശു, ആട് എന്നിങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെയാണ് കന്നുകാലി വളർത്തലിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ. ഈ കന്നുകാലി വളർത്തലിൽ നിന്നും കിട്ടുന്ന വരുമാനവും നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നു. ഇനി അടുത്തത് ഏതാണ് ടീച്ചർ പറഞ്ഞത്? മത്സ്യബന്ധനം അല്ലെ. ഈ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അച്ഛന്മാരൊക്കെ ഉണ്ടാവും അല്ലെ. കടലിൽ പോയി മീൻ പിടിച്ച് അത് കൊണ്ടുവന്ന് വിറ്റ് ആ പൈസ കൊണ്ട് നമ്മള് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. ആ ഒരു പ്രക്രിയയാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഈ മത്സ്യബന്ധനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനവും നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നു. അടുത്തത് ഏതാണ്? ദ്വിതീയ മേഖല അല്ലെ. ദ്വിതീയ മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണ് കാര്യങ്ങള്? വ്യവസായങ്ങൾ അല്ലെ. വ്യവസായങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ വ്യവസായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ചെറുകിട വ്യവസായങ്ങളുണ്ട്, വൻകിട വ്യവസായങ്ങളുണ്ട് അല്ലെ. ഈ ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന അച്ചാറുകള്, പിന്നെ പലഹാരങ്ങള്, പിന്നെ നമ്മുടെ കുടുംബശ്രീ വഴിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങള്, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. വൻകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമ്മുടെ വലിയ വലിയ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ടയറുകള്, പിന്നെ വാഹനങ്ങള്, പിന്നെ നമ്മുടെ തുണിത്തരങ്ങള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വൻകിട വ്യവസായങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. ഈ 2 വ്യവസായങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് ഉൽപാദന രീതിയിലൂടെ കണക്കാക്കുന്നു. മൂന്നാമത്തെ മേഖലയാണ് തൃതീയ മേഖല. ഈ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സേവന മേഖല എന്നും കൂടെ ഇതിനെ അറിയപ്പെടുന്നു. സേവന മേഖല എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? നമ്മുടെ ഡോക്ടർമാരുടെ സേവനങ്ങള്, നഴ്സുമാരുടെ സേവനങ്ങള്, അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങള്, പോലീസിന്റെ സേവനങ്ങള്, പിന്നെ ടീച്ചർമാരുടെ സേവനങ്ങള്, പിന്നെ ബാങ്കിംഗ് മേഖലയിലുള്ള സേവനങ്ങള്, ഇതെല്ലാം നമ്മുടെ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ഇവർക്ക് കിട്ടുന്ന വരുമാനം, അതായത് ശമ്പളം, നമ്മുടെ ഉൽപാദന രീതിയിലൂടെ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നു. അപ്പൊ ടീച്ചർ ഇവിടെ 3 മേഖലകൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ 3 മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഉൽപാദന രീതിയിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഉൽപാദന രീതിയിലൂടെ നമ്മൾ 3 മേഖലകളിൽ കൂടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലെ. ടീച്ചർ ഇനി ഇവിടെ ഒരു പ്രവർത്തനം നടത്തും. ഒരു ഫ്ലോ ചാർട്ട്. ആ ഫ്ലോ ചാർട്ടില് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഈ 3 മേഖലകളിലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങൾ അത് പൂർത്തീകരിക്കണം. രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടെ അത് പൂർത്തീകരിച്ച് നിങ്ങളുടെ ടീച്ചർമാർക്ക് അത് അയച്ചു കൊടുക്കണം. അടുത്ത രീതി ഏതാണ്? വരുമാന രീതി അല്ലെ. ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലെ. 4 ഘടകങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഒന്ന്
ഓർത്തു നോക്കിക്കേ. ആ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 ഉത്പാദന ഘടകങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ആകെ തുകയാണ് വരുമാന രീതിയിലൂടെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. ഈ 4 ഉത്പാദന ഘടകങ്ങളുടെയും പ്രതിഫലം ഏതൊക്കെയായിട്ടാണ് കിട്ടുക? ഒന്ന് പറഞ്ഞേ. ഭൂമിയിൽ നിന്നും ഏതാണ് കിട്ടുക? പാട്ടം അല്ലെ? തൊഴിലിൽ നിന്നും ഏതാണ് കിട്ടുന്നത്? കൂലി അല്ലെങ്കിൽ വേതനം. മൂലധനത്തിൽ നിന്നും ഏതാണ് കിട്ടുന്നത്? പലിശ അല്ലെ? സംഘാടകന് ഏതാണ് കിട്ടുന്നത്? ലാഭം അല്ലെ? ഈ 4 രീതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ ദേശീയ വരുമാനത്തിലേക്ക് വരുമാന രീതിയിലൂടെ കണക്കാക്കുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പാട്ടം, തൊഴിലിൽ നിന്ന് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ കൂലി, മൂലധനത്തിൽ നിന്ന് കിട്ടുന്ന പലിശ, സംഘാടകന് കിട്ടുന്ന ലാഭം. ഈ 4 ഘടകങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ദേശീയ വരുമാനത്തിലേക്ക് വരുമാന രീതിയിലൂടെ കണക്കാക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ടീച്ചർ ഒരു പ്രവർത്തനം തരാം. ഉത്പാദന ഘടകങ്ങളും അവയുടെ പ്രതിഫലങ്ങളും 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഭാഗങ്ങളും തമ്മിൽ ചേരുംപടി ചേർത്ത് രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടെ വരച്ച് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അടുത്ത രീതി ഏതാണ്? ചിലവ് രീതി അല്ലെ? ചിലവിനെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചിലവ് രീതി. ഏതിനെ അടിസ്ഥാനപ്പെടുത്തി? നമ്മുടെ ചിലവുകളെ അടിസ്ഥാനപ്പെടുത്തി. ഒന്നുകൂടെ പറഞ്ഞേ. ചിലവിനെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചിലവ് രീതി. ഈ ചിലവ് രീതിയിൽ ഏതൊക്കെ ചെലവുകളാണ് ഉൾപ്പെടുന്നത്? ഒന്നാമത്തെ വ്യക്തിഗത ചെലവ്. രണ്ടാമത്തെ സർക്കാരിന്റെ ചെലവ്. സർക്കാരിന്റെ ചെലവ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏതാണ്? നിക്ഷേപക ചെലവ്. ഈ വ്യക്തിഗത ചെലവ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ചേ മക്കളെ. വ്യക്തിഗത ചെലവ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടില് അച്ഛന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ശമ്പളം അല്ലെ? ആ ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കും, അരി, പച്ചക്കറി, പിന്നെ എന്തൊക്കെ വാങ്ങിക്കും? മധുര പലഹാരങ്ങൾ വാങ്ങിക്കും, പിന്നെ ഏതൊക്കെ വാങ്ങിക്കും? ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കും അല്ലെ? ഇതെല്ലാം വ്യക്തിഗത ചെലവില് ഉൾപ്പെടുന്നു. അടുത്തത് സർക്കാരിന്റെ ചെലവുകളാണ്. സർക്കാരിന്റെ ചെലവിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയും സർക്കാരിന്റെ ചെലവില് ഉൾപ്പെടുന്നു. പിന്നെയോ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തുകയും സർക്കാരിന്റെ ചെലവിൽ ഉൾപ്പെടുന്നു. സർക്കാരിന്റെ ചെലവിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയും ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയും സർക്കാർ സ്ഥാപനങ്ങളിൽ ചെലവഴിക്കുന്ന തുകയും എല്ലാം നമ്മളുടെ സർക്കാർ ചെലവില് ഉൾപ്പെടുന്നു. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെലവഴിക്കുന്നത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന പാഠപുസ്തകങ്ങള്, അരി, പിന്നെ എന്തൊക്കെയാണ്? സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പാല്, മുട്ട, പിന്നെ യൂണിഫോം അല്ലെ? ഇതെല്ലാം സർക്കാർ ചെലവില് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏതൊക്കെയാണ്? ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയും സർക്കാർ ചെലവഴിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഈ നമ്മുടെ കൊറോണ കാലത്ത് എത്ര ആശുപത്രികളിലാണ് ഫ്രീ ആയിട്ട് നമുക്ക് ചെക്കപ്പ് നടത്തിയത് അല്ലെ? ഇതെല്ലാം നമ്മുടെ സർക്കാർ ചെലവില് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെയോ സർക്കാർ നൽകുന്ന പെൻഷനുകൾ അല്ലെ? ഇതെല്ലാം സർക്കാരിന്റെ ചെലവില് ഉൾപ്പെടുന്നു. ഇനി അടുത്ത ചെലവ് ഏതാണ്? നിക്ഷേപക ചെലവ്. എന്താണ്? നിക്ഷേപക ചെലവ്. നിക്ഷേപക ചെലവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരു സംരംഭകൻ നിക്ഷേപിക്കുന്ന തുകയാണ് നിക്ഷേപക ചെലവ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു ഫാക്ടറിയോ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി അയാൾ ആദ്യമായി നിക്ഷേപിക്കുന്ന തുകയാണ് നിക്ഷേപക ചെലവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും രീതികൾ പഠിച്ചു അല്ലെ? അപ്പോൾ ചിലവ് രീതിയിലൂടെ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ് ചെലവുകൾ വരുന്നത്? വ്യക്തിഗത ചെലവ്, പിന്നെ സർക്കാരിന്റെ ചെലവ്, പിന്നെ പറയുന്നത് ഏതാണ്? നിക്ഷേപക ചെലവ്. ഈ 3 ചെലവുകളെയും അടിസ്ഥാനപ്പെടുത്തി ചിലവ് രീതിയിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലെ? ഇനി ടീച്ചർ ഒരു പ്രവർത്തനം തരാം. ഈ പ്രവർത്തനത്തില് ചിലവ് രീതിയിൽ വരുന്ന കാര്യങ്ങളും സർക്കാരിന്റെ ചെലവും കുടുംബത്തിന്റെ ചെലവും നിക്ഷേപക ചെലവും ഉൾപ്പെടുന്നു. ഇത് ചേരുംപടി ചേർത്ത് യോജിപ്പിച്ച്
അത് പാരന്റ്സിന്റെ സഹായത്തോടു കൂടി ചെയ്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ ഏതൊക്കെ രീതിയിലൂടെയാണ് ദേശീയ വരുമാനം കണക്കാക്കാമെന്ന് പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി അല്ലെ? ഈ 3 രീതിയിലൂടെയും നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക ഒന്ന് തന്നെയായിരിക്കും അല്ലെ? അപ്പോൾ നമ്മുടെ വീട്ടിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ ആരാണ് നോക്കുന്നത്? നമ്മളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആയിരിക്കും അല്ലെ? അതുപോലെ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരായിരിക്കും? ഒരു ഏജൻസിയാണ് കേട്ടോ. ആ ഏജൻസിയുടെ പേരാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഒന്നുകൂടെ പറഞ്ഞേ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇതിനൊരു ചുരുക്ക പേരുണ്ട്, അതിന്റെ പേരാണ് CSO. ഒന്നുകൂടെ പറഞ്ഞേ, CSO. നമ്മുടെ നോട്ട്ബുക്കിൽ അതൊന്ന് എഴുതി വെച്ചാലോ? ടീച്ചർ ഒന്നുകൂടെ പറയാം, CSO. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഈ CSO ഓഫീസിന്റെ ആസ്ഥാനം. ഇത് സ്ഥാപിച്ചത് എന്നാണ്? 1951 മെയ് 2-നാണ് ഈ ഓഫീസ് സ്ഥാപിച്ചത്. 1951 മെയ് 2-നാണ് ഈ CSO സ്ഥാപിച്ചത്. ഈ CSOയുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുക എന്നതാണ് ഈ CSOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാണ് CSO അല്ലെ? ഈ CSO ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കുകളുടെ ലഭ്യത കുറവാണ്. എന്താണ്? വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കുകളുടെ ലഭ്യത കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ കണക്കെടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെ? അവർക്ക് നമ്മൾ കൃത്യമായ വിവരങ്ങൾ നൽകണം. ആ കൃത്യമായ വിവരങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കും. ഇതാണ് ആദ്യത്തെ ബുദ്ധിമുട്ട്. അടുത്ത ബുദ്ധിമുട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിന്റെ തുക മാത്രമേ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഡബിൾ കൗണ്ടിങ് സംഭവിക്കും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഉദാഹരണത്തിന് ഒരു കാർ ഫാക്ടറി എടുക്കുക. ഈ കാർ ഫാക്ടറിയില് ഏറ്റവും അവസാനത്തെ ഉൽപ്പന്നമായി വരുന്നത് ഏതാണ്? കാറാണ് അല്ലെ? പക്ഷെ കാറിന് എന്ത് അത്യാവശ്യമായിട്ട് വരും? ടയർ അത്യാവശ്യമാണ്. പക്ഷെ ഈ ടയർ ഉണ്ടാക്കുന്നത് വേറൊരു കമ്പനിയിലാണ്. അപ്പൊ ആ കമ്പനിയിലെ ഏതാണ് ഫൈനൽ പ്രൊഡക്റ്റ്? ടയറാണ് അല്ലെ? പക്ഷെ ആ ടയർ ഈ കാറിലേക്ക് വരുമ്പോഴത്തേക്കും അത് ചെറിയ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? കാറിന്റെ തുക മാത്രമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുമ്പോൾ നമ്മൾ കാറിന്റെ തുകയാണ് നമ്മൾ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നത്. ഇനി അടുത്ത ബുദ്ധിമുട്ട് ഏതാണ് നമുക്ക് നോക്കാം. നമ്മളുടെ വീട്ടമ്മമാരുടെ സേവനം ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർ വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്ക് വരുമാനം കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ? അതും നമ്മളുടെ CSO നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കാം. ദേശീയ വരുമാനം 3 രീതിയിലൂടെ കണക്കാക്കുന്നു. ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഈ ഉൽപാദന രീതിയിൽ വരുന്ന ഏതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ 3 മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങൾ നമ്മൾ ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നു. അടുത്ത രീതി ഏതാണ്? വരുമാന രീതി അല്ലെ? ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫല തുകയുടെ ആകെ തുകയാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തെ രീതി ഏതായിരുന്നു? ചെലവ് രീതി അല്ലെ? ഏതൊക്കെയായിരുന്നു ചെലവ് രീതിയിൽ വരുന്നത്? കുടുംബത്തിന്റെ ചെലവ്, സർക്കാരിന്റെ ചെലവ്, നിക്ഷേപക ചെലവ് അല്ലെ? ഈ 3 രീതിയിലൂടെയും നമ്മൾ ദേശീയ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നത് പഠിച്ചു അല്ലെ? ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടമായോ? ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ വർക്ക്ഷീറ്റുകളെല്ലാം ചെയ്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ.